നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിച്ച് അടിപൊളി ഫോട്ടോസ് എടുക്കാറുണ്ടല്ലേ. പക്ഷെ വളരെ ചുരുക്കം സിറ്റുവേഷനിൽ മാത്രമേ നമ്മുടെ ക്യാമറയ്ക്കകത്തുള്ള ഈ പ്രോ മോഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ പ്രോ മോഡ് യൂസ് ചെയ്യണം? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ ആൻഡ്രോയിഡിലെ നോർമൽ ക്യാമറ വെച്ചെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഓക്കെ, അതേ ഫോട്ടോ അതേ ഫോൺ ഉപയോഗിച്ചിട്ട് അതേ സിറ്റുവേഷനിൽ പ്രോ മോഡ് യൂസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഇത്. യു ക്യാൻ സീ ദ ഡിഫറൻസ്. അപ്പോൾ യെസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ ക്യാമറയ്ക്കകത്തുള്ള പ്രോ മോഡ് സെറ്റിംഗ്സ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നേരത്തെ അതിൽ ഓരോ സെറ്റിംഗ്സിൻ്റെ യൂസസ് എന്താണ്, ഓരോ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യും തോറും ഓരോ ഫോട്ടോയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നല്ല രീതിക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ സഹായിക്കും, അതെങ്ങനെ അടിപൊളി ഫോട്ടോ ആക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദിസ് ഇൻട്രോ. ഹേയ്, വെൽക്കം ബാക്ക് ഗുഡി ബഡീസ്. നമ്മുടെ നോർമലായിട്ടുള്ളൊരു ഫോണിലെ ക്യാമറയ്ക്കകത്ത് നോർമലായിട്ട് വരുന്നത് 5 ഓപ്ഷൻസ് ആണ് അല്ലേ. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ISO ആണ്, സെക്കൻഡ് ഷട്ടർ സ്പീഡ്, തേർഡ് വൈറ്റ് ബാലൻസ്, ഫോർത്ത് മാനുവൽ ഫോക്കസ് ആൻഡ് ഫിഫ്ത്ത് എക്സ്പോഷർ. ഈ 5 ഓപ്ഷൻസ് ആണ് മിക്ക എല്ലാ ഫോണിനകത്തുള്ള പ്രൊമോട്ട് ക്യാമറയ്ക്കകത്ത് ഉണ്ടാവുക. അപ്പം ഇതിനകത്ത് ISOയും ഷട്ടർ സ്പീഡും ഫ്രണ്ട്സാണ്. ഓക്കെ, അതായത് ഷട്ടർ സ്പീഡ് കൂട്ടുമ്പോൾ ISOയും കൂട്ടണം. ഓക്കെ, ആൻഡ് ഷട്ടർ സ്പീഡ് കുറയ്ക്കുമ്പം ISOയും കുറയ്ക്കണം, എന്നാലേ നല്ല ഫോട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 3 പേരും തനിയൊരുവന്മാരാണ്. അവർ തമ്മിൽ ബന്ധമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, അവൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ടാണ് 3 പേര് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ISO. അപ്പോൾ ISO എന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ISO എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ് ആണ്, അത്രേ ഉള്ളൂ. നമ്മുടെ ഫോണിലെ ക്യാമറ എടുത്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ നേരത്ത് അതിലെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യില്ല. എത്ര വെളിച്ചം വേണം, വെളിച്ചം കൂടുതലാക്കണോ കുറയ്ക്കണോ, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് ISO എന്നുള്ളത്. അപ്പോൾ ISOനെ കുറിച്ച് പറയണമെങ്കിൽ പകൽ സമയങ്ങളിൽ ISO 100 മുതൽ 300 വരെ, അതായത് 100 to 300 വെക്കുന്നതായിരിക്കും ഏറ്റവും അടിപൊളി ആയിട്ടുള്ളൊരു ലൈറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോൾ രാത്രി സമയങ്ങളിലോ വെളിച്ചം കുറവായിരിക്കില്ല രാത്രി സമയങ്ങളിൽ. അപ്പോൾ നമ്മുടെ ഫോട്ടോനകത്ത് വെളിച്ചം വേണമെന്ന് വെക്കുമ്പോൾ നമ്മൾ ISO കൂട്ടി കൊടുക്കണം. 1000, 2000, 3000, 5000 അങ്ങനെ കൂട്ടി കൊടുക്കും തോറും നമുക്ക് ഏതാണോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കാണാം. നമുക്ക് ഇന്നൊരു പൊസിഷനിൽ എത്തുമ്പം ഈ ഫോട്ടോയിൽ ഇത്ര വെളിച്ചം മതി, നന്നായിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ആ വെളിച്ചം വരെ കൂട്ടി കൊടുക്കാൻ പറ്റും ISO. അങ്ങനെ ബ്രൈറ്റ്നസ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ISO എന്നുള്ളത്. അപ്പം രാത്രി സമയത്ത് ISO അഡ്ജസ്റ്റ് ചെയ്യാതെ എടുത്തിട്ടുള്ളൊരു ഫോട്ടോയും ISO കറക്റ്റ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൊരു ഫോട്ടോയും വേണം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ISOൻ്റെ യൂസ് എന്താണെന്ന്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ISO ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ സെക്കൻഡ് വരുന്ന സംഭവമാണ് ഷട്ടർ സ്പീഡ്. ഷട്ടർ സ്പീഡിനെ കുറിച്ചുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ ഈ വീഡിയോന് തൊട്ട് പുറകിൽ വരുന്നുണ്ട്, കാരണം അതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്. ആൻഡ് ബേസിക് ആയിട്ട് ഷട്ടർ സ്പീഡ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാം. അതായത് ഷട്ടർ സ്പീഡ് കൂടുതലാക്കി വെക്കുമ്പം നമ്മുടെ ഇമേജസ് എല്ലാം പക്കാ ഷാർപ്പ് ഇമേജസ് ആയിരിക്കും. അതിനകത്തൊരു മോഷൻ ബ്ലറോ അതിനകത്തൊരു ബ്ലറോ ഒരു മൂവ്മെൻറ്റോ ഒന്നും ഉണ്ടായാലോ. അതേസമയം ഷട്ടർ സ്പീഡ് കുറച്ച് വെക്കുന്നത് യു നോ ഇറ്റ്, അതിൽ ഭയങ്കരമായിട്ടുള്ള മോഷൻ ബ്ലർ കാണിക്കും. അതായത് ഫോട്ടോന് ശരിക്കൊരു ലൈഫ് ഉണ്ടാകും. ഒരു കാറ് പോകണമെങ്കിൽ അത് കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചുമ്മാ റോട്ടിൽ നിർത്തിയിട്ടിരിക്കല്ല, കാറ് മൂവിങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെയുള്ള കുറേ ഫോട്ടോസ് നിങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനത്തെ കുറേ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം ഷട്ടർ സ്പീഡ് കുറച്ച് വെച്ചിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. ഷട്ടർ സ്പീഡ് 1, 0.5 അതിനും കുറവായി ഇരിക്കുന്ന ഫോട്ടോസ് എല്ലാം ഏറെക്കുറെ ഇങ്ങനെ മോഷൻ ബ്ലർ കിട്ടുന്ന ഫോട്ടോസ് ആയിരിക്കും. സോ ഷട്ടർ സ്പീഡിൻ്റെ ഗുണം പറയണത് ഇതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷട്ടർ സ്പീഡും ISOയും ഫ്രണ്ട്സാണ്. ഷട്ടർ സ്പീഡ് കൂട്ടുമ്പോൾ ISOയും കൂട്ടണം, ഷട്ടർ സ്പീഡ് കുറയ്ക്കുമ്പോൾ യു നോ ഇറ്റ് ഓൾറെഡി. കാരണം ഷട്ടർ സ്പീഡ് കുറയ്ക്കാൻ നേരത്ത് നല്ല വെളിച്ചം വരും ഫോട്ടോനകത്ത്. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ISO കുറയ്ക്കണം. നമ്പർ 3 ഓപ്ഷൻ ഈസ് കോൾഡ് ആസ് വൈറ്റ് ബാലൻസ്. നമ്മുടെ ഫോട്ടോനകത്തുള്ള വെള്ള, അതായത് വൈറ്റ് കളറുള്ള സംഭവം എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ബേസിക്കലി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൽറ്ററാണ്. വൈറ്റ് ബാലൻസ് എന്നുള്ള സംഭവം Kയിലാണ് മെൻഷൻ ചെയ്യുക. നോർമലി എല്ലാ ഫോണിനകത്തും വൈറ്റ് ബാലൻസ് വരുന്നത് 2500K മുതൽ 6000 അല്ലെങ്കിൽ 7000K വരെയാണ് നോർമലി എല്ലാത്തിലും വരിക. ചില ഫോണിലെല്ലാം 10,000 അല്ലെങ്കിൽ 15,000 വരെ വരാം. ഇതിൽ 2000ൻ്റെ അടുത്ത് എത്താൻ തോറും ഫോട്ടോന് ഒരു ബ്ലൂയിഷ് ഫീലായിരിക്കും കിട്ടുക. ആൻഡ് 10,000, 15,000 അല്ലെങ്കിൽ ഒരു 6,000 മേലെ പോകുമ്പം ഫോട്ടോ ഓറഞ്ചിഷായിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ നോർമലി നമ്മുടെ എല്ലാ ഫോണിനകത്തും വൈറ്റ് ബാലൻസ് ഓട്ടോയിൽ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുക. ഓട്ടോ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു 4500K മുതൽ ഒരു 6000K വരെയാണ് ഓട്ടോമാറ്റിക് എന്നുള്ളൊരു ഓപ്ഷനിൽ വരിക. ഞാനിപ്പോൾ എടുക്കുന്ന യൂട്യൂബ് വീഡിയോ അടക്കം ഇതിപ്പം 4700Kയിലാണ് കിടക്കുന്നത്. സോ ബേസിക്കലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്
4500 മുതൽ 5500 ഉള്ളിൽ വൈറ്റ് ബാലൻസ് വെച്ചിട്ട് ഷൂട്ട് ചെയ്താൽ നല്ല ഫോട്ടോസ് കിട്ടും. അത് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാനും പറ്റും. ആൻഡ് അടുത്തതായിട്ടുള്ളൊരു ഓപ്ഷനാണ് മാനുവൽ ഫോക്കസ്. ഇത് വളരെ എളുപ്പമുള്ളൊരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഫോൺ നോർമലി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഫോക്കസ് ആണ്. നമ്മൾ എവിടെ ചെന്ന് ഫോട്ടോ എടുക്കാൻ നേരത്തും നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഫ്രണ്ടിലുള്ള സാധനം എന്തായാലും ഫോക്കസിലായിരിക്കും, അതിൻ്റെ പുറകിലുള്ള സംഭവങ്ങൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി അത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് ബ്ലറായിട്ട് കാണിക്കും. ഇത് നമുക്ക് മാറ്റാൻ പറ്റും. അതിനാണ് ഈ മാനുവൽ ഫോക്കസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വിചാരിക്കണം ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് ആയാൽ മതി, ഫ്രണ്ടിലുള്ള സാധനം ബ്ലർ ആക്കണം എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതിനകത്ത് 1 to 0 ഒരു വാല്യൂ ഉണ്ടാവും. സോ നമ്മളൊരു ലാൻഡ്സ്കേപ്പ് എടുക്കണമെങ്കിലോ ദൂരെയാണ് കുറേ സംഭവങ്ങളുള്ളത്, അത് ഫോട്ടോ എടുക്കുമ്പോഴാണ് നമ്മൾ 1 വെച്ചിട്ട് മാനുവൽ ഫോക്കസിൽ എടുക്കുക. നമ്മൾ അടുത്തുള്ളൊരു സാധനം, ഒരു ചെടി അല്ലെങ്കിൽ കയ്യിലൊരു സാധനം പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ്, ഒരു ഫ്ലവറിന് ഫോട്ടോ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുകയാണ്, ഇതിനൊക്കെ നമ്മൾ 0 മുതൽ 0.5 ആ റേഞ്ചിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുക. സോ ഇതാണ് മാനുവൽ ഫോക്കസിൻ്റെ ഗുണം എന്ന് പറയുന്നത്. നമുക്ക് എവിടെ ഫോക്കസ് വേണോ അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഡോണ്ട് ഫോർഗെറ്റ് 0 എന്ന് പറയുന്നത് അടുത്താണ്, 1 എന്ന് പറയുന്നത് ദൂരെയാണ്. ഓൾ ഗുഡ്. ആൻഡ് അവസാനത്തെ ഓപ്ഷനാണ് EV എക്സ്പോഷർ. എക്സ്പോഷർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ISOൻ്റെ അനിയനായിട്ട് വരും. ഓക്കെ, ISO എന്ന് പറയുന്നത് ഗുരു, എക്സ്പോഷർ എന്ന് പറയുന്നത് ചുമ്മാ ശിഷ്യൻ. സെയിം ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ISO 100 വരെ വരുള്ളൂ. 100ലും താഴെ ലൈറ്റ് കമ്മിയാക്കണം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. സോ ഡു ഇറ്റ് ഇൻ എക്സ്പോഷർ. അത്രേ ഉള്ളൂ. എക്സ്പോഷർ എന്ന് പറയുന്നത് -5 മുതൽ +5 വരെ വരും. +5 എന്ന് പറഞ്ഞാൽ ഭയങ്കര വെളിച്ചമായിരിക്കും, -5 പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും വെളിച്ചം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയൊക്കെയാണ് ഒരു ക്യാമറയിലെ സെറ്റിങ്സ് വർക്ക് ചെയ്യുക, അതൊക്കെ ചേഞ്ച് ചെയ്യും തോറും എങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയെന്നും നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെട്ടെന്നും വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്ക് ഭയങ്കരമായിട്ടുള്ള യൂസ്ഫുൾ വീഡിയോ ആയിരിക്കുന്നത് എൻ്റെ മനസ്സ് പറയുന്നു. ബിക്കോസ് ഫോണിലല്ല ഇപ്പം നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാറ്. ഓൾ ഗുഡ്. അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്ക് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതായിരിക്കും കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ് ഗൈസ്.